നോമ്പെടുക്കുമെന്ന് എന്നോട് ആരൊക്കെയോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെയും കാക്കുൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമാവാൻ പോകുന്നു. ഏപ്രിൽ 26-ന് 8ാമത്തെ ആനിവേഴ്സറിയാണ്. അതിനു മുന്നേ ഞങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് നോമ്പെടുത്ത് തുടങ്ങിയത്. കാക്കു ഫോണിലൂടെ എനിക്ക് നോമ്പിൻ്റെ നിയത്തൊക്കെ പറഞ്ഞു തരും. അങ്ങനെ കാക്കു അവിടെയും ഞാൻ എൻ്റെ വീട്ടിലായിട്ട് നോമ്പെടുക്കും. എൻ്റെ വീട്ടിലേക്ക് ബാങ്ക് വിളിക്കുന്നത് കേൾക്കില്ലായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ കാക്കു എന്നെ വിളിക്കും. അതായിരുന്നു പ്രണയകാലം. പിന്നീട് കല്യാണം കഴിഞ്ഞ് കൂടെ കൂടിയത് മുതൽ കാക്കുവിൻ്റെ കൂടെ ഞാനും നോമ്പെടുക്കാറുണ്ട്. ഇപ്രാവശ്യം നോമ്പെടുക്കാൻ പറ്റുന്നില്ല, കാരണം കുഞ്ഞാക്കി കുടിക്കാൻ പാല് തികയാത്തതുകൊണ്ട് ഞാനൊരു വാട്ടർ തെറാപ്പിയാണ് ചെയ്യുന്നത്. നോമ്പുകാലായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, രാത്രി ആയിരിക്കും എല്ലാം. ഭർത്താവ് വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാൻ ഭാര്യമാർക്ക് തോന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഈ ഒരു അച്ചാർ മാത്രം കൂട്ടിയിട്ടാണ് ചോറുണ്ണാറ്. 2 കുപ്പി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇത് ഉപ്പിലിട്ടൊരു മാങ്ങയുടെ വെറൈറ്റി കൂടി ഉണ്ട്. അത് നല്ല ടേസ്റ്റാണ്, ഭയങ്കര എരിവൊക്കെ ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ചിലരെങ്കിലും ഓർത്തിട്ടുണ്ടാവും ഞാൻ എന്തിനാ വീട്ടിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നല്ലേ. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, യക്ഷിയായിട്ടായിരുന്നു ഷൂട്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം നന്നായിട്ട് യക്ഷിയുടെ മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് മേക്കപ്പ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയതാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം സമയത്തിന് നടക്കില്ല. അപ്പോൾ വീഡിയോ അത്രയുള്ളൂ. ബൈ.